നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് കഴിഞ്ഞ ദിവസം നോമ്പുതുറ സംഘടിപ്പിച്ചത് പ്രധാന വാർത്തയായിരുന്നു. മുസ്ലിം പണ്ഡിതന്മാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന വിജയുടെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തതാണ്. പല വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇതേ തുടർന്ന് ഉണ്ടായത്. മുസ്ലിങ്ങളെ തന്റെ പാർട്ടിയായ TVKയുമായി അടുപ്പിക്കാൻ വേണ്ടിയാണ് വിജയ് നോമ്പുതുറ സംഘടിപ്പിച്ചത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രതികരിച്ചത്. മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിന് വിജയ് നടത്തുന്ന ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. അതിനിടയിലാണ് വിജയ്ക്കെതിരെ പോലീസിൽ പരാതി വന്നിരിക്കുന്നത്. തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടനയുടെ ഭാരവാഹികളാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇഫ്താർ സംഘടിപ്പിച്ച് മുസ്ലിങ്ങളെ അപമാനിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ചെന്നൈ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് സംഘടനയുടെ ഭാരവാഹികൾ പരാതി നൽകിയിരിക്കുന്നത്. എന്താണ് പരാതി നൽകാനുണ്ടായ സാഹചര്യമെന്ന് തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് ട്രഷറർ സയ്യിദ് കൗസ് വിശദീകരിച്ചു. വിജയ് സംഘടിപ്പിച്ച ഇഫ്താർ ചടങ്ങിനിടെ മുസ്ലിങ്ങളെ അപമാനിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. മദ്യപന്മാരും റൗഡികളും പരിപാടിയിൽ സംബന്ധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നോമ്പുമായി യാതൊരു ബന്ധമില്ലാത്തവരും പങ്കെടുത്തത് മുസ്ലിങ്ങളെ അപമാനിക്കുന്നതാണ് എന്നും സയ്യിദ് കൗസ് പ്രതികരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മനോവേദനയുണ്ടാക്കുന്ന വിധത്തിലാണ് വിജയ് ഇഫ്താർ സംഘടിപ്പിച്ചത് എന്ന് സയ്യിദ് ആരോപിച്ചു. ഇക്കാര്യത്തിൽ വിജയ് ഖേദം പ്രകടിപ്പിച്ചതുമില്ല. മതിയായ സൗകര്യം ഇഫ്താർ സംഘടിപ്പിച്ച സ്ഥലത്തുണ്ടായിരുന്നില്ല. വിജയുടെ വിദേശ അംഗരക്ഷകർ ജനങ്ങളെ ആദരിച്ചില്ല. അവർ പരിപാടിയിൽ സംബന്ധിച്ചവരെ പശുക്കളെ പോലെയാണ് കണ്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വിജയ്ക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണിത്. ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയല്ല പരാതി നൽകുന്നതെന്നും സയ്യിദ് കൗസ് പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിജയ് റോയ്പേട്ട് YMCAയിൽ ഇഫ്താർ സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് ആളുകൾ പരിപാടിക്ക് എത്തിയിരുന്നു. തൊപ്പി ധരിച്ച് വെളുത്ത വസ്ത്രം ധരിച്ചാണ് വിജയ് ഇഫ്താറിന് എത്തിയിരുന്നത്. നമസ്കാരത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. നിലത്തിരുന്ന് മറ്റുള്ളവരെ പോലെ വിജയ് ഭക്ഷണം കഴിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം പുരുഷന്മാർക്കിടയിൽ വിജയ് ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഓൺലൈനിൽ വ്യാപകമായി പങ്കിട്ട മറ്റൊരു വീഡിയോയിൽ പരിപാടിയിൽ പങ്കെടുത്തവരോട് വിജയ് നന്ദി പ്രകടിപ്പിക്കുന്നതും കാണാമായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് തികഞ്ഞ ജാഗ്രതയോടെ വിജയ് കാത്തു നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വിജയുടെ പ്രാർത്ഥനയുടെയും സമൂഹ ബന്ധത്തിന്റെയും നിമിഷങ്ങൾ പകർത്തിയ പരിപാടിയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിരുന്നു. ഇതിനു പിന്നാലെ വൈവിധ്യമാർന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ സ്വീകരിക്കാനും അവയെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ ആരാധകർ അകമഴിഞ്ഞ് പ്രശംസിക്കുകയാണ്. നേരത്തെ തന്നെ വിജയ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. അടുത്തിടെയാണ് താരം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് എന്നതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് പലരും പ്രതീക്ഷിച്ചതുമാണ്. എന്നാൽ ഇത്രയും ഗംഭീരമായ ഇഫ്താർ പാർട്ടി ഒരുക്കുമെന്ന കാര്യത്തിൽ ആർക്കും ധാരണ ഉണ്ടായിരുന്നില്ല. വിജയ് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ രാഷ്ട്രീയമായി വലിയ ചർച്ചയാകുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ DMK, കേന്ദ്രം ഭരിക്കുന്ന BJP എന്നിവരെയാണ് വിജയുടെ ഓരോ നീക്കങ്ങളും ആശങ്കപ്പെടുത്തുന്നത്. അടുത്ത വർഷം നടക്കുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ശക്തിയാവുകയാണ് വിജയ് നേതൃത്വം നൽകുന്ന TVK ലക്ഷ്യമിടുന്നത്. നിലവിലെ ഭരണകക്ഷിയായ DMKയും മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും നിരന്തരം വിമർശിക്കുന്ന വിജയ് കൂടുതൽ വിഭാഗങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയതെന്നാണ് വിലയിരുത്തൽ.